100 ഇന്റീരിയർ ഹാക്സ് ഇൻ 100 ഡേയ്സ് ഡേ 41. നമുക്ക് ഇന്ന് കിച്ചണിലെ ബേസ് യൂണിറ്റിലെ കോർണേഴ്സ് എങ്ങനെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ നോക്കാം. 3 രീതിയിലാണ് ചെയ്യാൻ പറ്റുക. ഫസ്റ്റ് ഓഫ് ഓൾ കോർണേഴ്സ് 2 തരമാണ്. ഒന്ന് ബ്ലൈൻഡ് കോർണേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ എൽ ഷേപ്പിൽ കോർണേഴ്സ് വരുന്നുണ്ട്. ഈ കോർണേഴ്സിൽ വെക്കാനായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ആക്സസറീസ് വരുന്നുണ്ട്. ബേസിക്കലി ഒരു 15,000 10,000 മുതൽ 25,000-30,000 ഒരുപാട് ആക്സസറീസ് ഉണ്ട്. പുൾ ഔട്ട് ആക്സസറീസ് വരുന്നുണ്ട്, കോർണേഴ്സ് റൗണ്ട് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന വരുന്നുണ്ട്, ഡ്രോയർ ടൈപ്പുകൾ വരുന്നുണ്ട്. ഒരുപാട് ആക്സസറീസ് അവൈലബിൾ ആണ്. നമുക്ക് ഒരുപാട് ആക്സസറീസ് ഈ കാണുന്ന രീതിയിലൊക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് കോർണർ യൂസ് ചെയ്യാം. പിന്നെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓപ്ഷൻ ആയിട്ട് നമുക്ക് ഷെൽഫുകൾ കൊടുക്കാം. പക്ഷേ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് ആക്സസ് ചെയ്യാന്നുള്ളൊരു ബുദ്ധിമുട്ട് വളരെ അധികം ഉണ്ടായിരിക്കും. സോ കോർണേഴ്സ് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഷെൽഫുകൾ കൊടുത്ത് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം. പക്ഷേ ഈ ഒരു ആക്സസ് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. ദെൻ തേർഡ് ഓപ്ഷൻ കസ്റ്റമായിട്ട് ചെയ്യാം. നമ്മൾ ഓൾറെഡി മുമ്പ് ഒരു വീഡിയോയിൽ ചെയ്തിരുന്നു, നമ്മൾ കസ്റ്റമായിട്ടൊരു കോർണർ യൂണിറ്റ് സെറ്റ് ചെയ്തത്. അതുപോലെ പല രീതിയിലും നമുക്ക് വേണമെങ്കിൽ കോർണർ യൂണിറ്റ് ഫുള്ളായിട്ട് പുൾ ഔട്ട് ചെയ്തെടുക്കുന്നതോ പല രീതിയിൽ നമുക്ക് കസ്റ്റമായിട്ട് ചെയ്യാം. അപ്പോൾ ഈ 3 രീതിയിലാണ് കിച്ചൺ ബോട്ടം കോർണേഴ്സ് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുക. സോ ഇതുപോലുള്ള വീഡിയോസിന് നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ.